ചിലരുടെ മാത്രം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു മേഖലയായി സിനിമാ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അഞ്ജു തന്നെ സൂചിപ്പിച്ചതുപോലെ ചില സവർണ മേധാവിത്വങ്ങൾ എടുത്തു പറയുന്നു. അതിൽ പലരും പ്രോത്സാഹിതരായി തുടർന്നുള്ള സിനിമകളിലുമൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിനുപരി ഇത്തരം മയക്കുമരുന്ന് ലോബിയും കൂടെ പിടിമുറുക്കുമ്പോൾ ഏത് തരത്തിലേക്കാണ് സിനിമാ രംഗം മാറുന്നത്? രോഹിണി, അതിന് മുമ്പ് എനിക്ക് ശ്രീ ഹസ്കറിനോട് അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം. ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. എങ്കിലും എനിക്കത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. അങ്ങ് പറഞ്ഞ ഒരു കാര്യം അങ്ങേക്ക് തന്നെ അറിയാം, അങ്ങൊരു ന്യായീകരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. എന്താണ്, ഒരു വ്യക്തമായ പരാതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ പ്രവണതകൾ, ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരായിട്ട് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. 2 വർഷങ്ങൾക്ക് മുമ്പ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് ഒരു ആരോപണമല്ല, ഒരു അവതാരകയ്ക്ക് നേരെ അദ്ദേഹം വളരെ മോശമായി പെരുമാറി എന്ന് പറയുന്ന സമയത്ത് പല നിർമ്മാതാക്കളും സിനിമാ മേഖലയിൽ ഈ പറയുന്ന വളരെ മോശമായ പ്രവണത ഉണ്ടാകുന്നുണ്ട് എന്ന് പരാതി പറയും. അപ്പം പേരെടുത്ത് തന്നെ പറയാം, ശ്രീ രജപുത്ര, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് സിനിമാ മേഖലയിൽ ഇത് നടക്കുന്നുണ്ട്. സിയാദ് കോക്കർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം ഒന്നും ആയിരിക്കില്ലല്ലോ. സിയാദ് കോക്കർ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് സിനിമാ മേഖലയിൽ ഈ പറയുന്ന പല യുവ നടന്മാരും ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നും സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. അവരുടെ ഭാഗത്തുനിന്ന് സർക്കാർ എന്ത് ചെയ്തു? ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് നിന്ന് മുടിയും നഖങ്ങളും പോലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്തു. ഈ പറയുന്ന ഡ്രഗ്സ് ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ കേസ് ഒതുക്കി തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം അതൊന്നും പരിശോധിക്കുകയോ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പൊതുജനങ്ങളുടെ അടുത്ത് വയ്ക്കുവാനോ അതിൻ്റെ തുടർന്നൊരു നടപടി സ്വീകരിക്കുവാനോ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, 4.5 വർഷമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഇരിപ്പുണ്ട്. 2020 മുതൽ അവിടെ ഇരിപ്പുണ്ട്. ഈ പറയുന്ന സംഭവം നടക്കുന്ന 2022 അതായത് സിനിമാ മേഖലയിൽ ഡ്രഗ്സ് നിർലോഭം ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് അവിടെ ഇരിക്കുമ്പോൾ 2022 കൃത്യമായിട്ടും ഐഡൻറ്റിറ്റിയോടുകൂടി ഫേസോടുകൂടി എം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ വന്നിട്ട് ഇത് പറയുമ്പോൾ, അതിന് കൃത്യമായിട്ടൊരാളെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ പുറകിലേക്ക് പോകാനോ അന്വേഷണം നടത്തുവാനോ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ സുചിത്ര ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പോലും ഇപ്പോൾ റിമ കല്ലിങ്കലിനെതിരെ അല്ല. റിമ കല്ലിങ്കൽ ഇവിടെ വിക്റ്റിമാവുന്നു എന്നാണ്. നമ്മൾ അത് ശ്രദ്ധിക്കണം. റിമ കല്ലിങ്കലോടെ വിക്റ്റിമായിരിക്കുകയാണ്. ആ കുട്ടിയുടെ കരിയർ ഈ പറയുന്ന പല വിഷയങ്ങൾ കാരണം നശിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും വാതിലിൽ മുട്ടിയോ, ആരെങ്കിലും അവിടെ വന്ന് നിന്നോ, ആരെങ്കിലും എന്തെങ്കിലും കമൻ്റ് അടിച്ചോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇത്രയും കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ കേന്ദ്രീകരിച്ചിട്ട് ലഹരി പാർട്ടികൾ, ഡ്രഗ്സ് പാർട്ടി നടത്തുകയും അവിടെ ഇപ്പോൾ ഇന്ന് എന്നോടൊരു പ്രമുഖ സംവിധായകനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5 വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ ഒരു സിഗരറ്റ് പോലും വലിക്കാൻ തയ്യാറാകാതിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിഗരറ്റ് പോലും വലിക്കാതിരുന്ന ആൾക്കാർ ഇന്ന് കാണുന്നത് അവർ ഈ പറയുന്ന സാധനം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ്, ഈ പറയുന്ന കഞ്ചാവ് പുകച്ച് തള്ളുന്നതാണ്. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു സംവിധായകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സാഹചര്യം അവിടെ ബോധപൂർവം ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനൊരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികൾ പലരും വന്ന് ഇപ്പോൾ മുഖ്യധാരാ നടിമാരും തന്നെ വേറെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞിരിക്കുന്നത് മറ്റു ചില ആൾക്കാരാണ്. ഇപ്പോൾ ഈ പറയുന്ന എന്താണ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല, മുഖ്യധാരാ നടികളല്ല, ചെറിയ നടികളാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ആരോപണം ഒരിക്കലും ആരോപണം അല്ലാതെ ആകുന്നുമില്ല, അവരുടെ പരാതികൾ പരാതിയാകാതിരിക്കുന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഡ്രഗ് പാർട്ടികളിൽ പെടുകയും ഇങ്ങനെ കരിയർ വേറൊരു അവസ്ഥയിലായി പോവുകയും ചെയ്ത ഒരു പെൺകുട്ടിയും വന്ന് പരാതി പറയില്ലെന്നേ, ഒരു ആരോപണം ഉന്നയിക്കില്ലെന്നേ, വേറൊന്നും കൊണ്ടല്ല. ഇത്തരം ആരോപണങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇതിന് അഡിക്റ്റഡ് ആണ്. അവരിൽ പലരും ഇതിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞു. ഇത് വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് ഈ പറയുന്ന CC അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഒരു കൊക്കൈൻ കമ്മിറ്റി, ഈ വേൾഡ് കൊക്കൈൻ കമ്മിറ്റി എന്ന് വിളിക്കേണ്ടെന്ന ഈ സാധനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, ഡ്രഗ്സിന് അടിമയാക്കുന്നു, അതിനുശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ട് ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞ ആൾക്കാർ വേറൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല. ഇത് അന്വേഷിക്കണ്ടേ?
ഇത് സർക്കാരല്ലാണ്ട് വേറെ ആരാണ് വന്ന് അന്വേഷിക്കുക? പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇനി വരണോ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? സർക്കാർ തന്നെ നിയമിച്ച കമ്മിറ്റിയല്ലേ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഈ പറയുന്ന ഇപ്പോൾ ഈ അങ്ങ് തന്നെ പറയുന്ന പോലെ തന്നെ സിനിമയുടെ കാലഘട്ടങ്ങളിൽ 70കളിൽ ഈ പറയുന്ന ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു എന്ന് പറയുന്ന നോവൽ മുതൽ ഇങ്ങറ്റം വരെയുമല്ല, അതിന് മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ നാടകവേദികളിലും സിനിമാ വേദികളിലും ഒക്കെ ഈ പറയുന്ന നടിമാർക്കെതിരായിട്ട് മോശം പെരുമാറ്റം ചെയ്യുന്ന ആൾക്കാർ അന്ന് മുതൽ ഇന്ന് വരെയും ഉണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഹോളിവുഡിലും വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മീറ്റു ആരോപണം പോലും ഹോളിവുഡിൽ തുടങ്ങി വന്നതാണ്, അല്ലാതെ നമ്മുടെ മലയാളത്തിൽ തുടങ്ങി വന്നതല്ല. ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇൻഡസ്ട്രി മുഴുവനായിട്ടും ഡ്രഗ് മാഫിയയ്ക്ക് അടിപ്പെട്ടിട്ട് ആ തലത്തിലേക്ക് ഈ സാധനം നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല സാർ. അത് നമ്മൾ തന്നെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു പോലീസുകാരൻ്റെ മകള് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. 8ലോ 9ലോ പഠിക്കുന്ന ആ കുട്ടി 2 തവണ അബോർഷന് വിധേയമായിട്ടുണ്ട്. ആ കുട്ടി മാരകമായ ഡ്രഗ്സിന് അടിമയായിരുന്നു. ഹൈസ്കൂളും UP മുതലുള്ള കുട്ടികൾ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള അരാജകവാദ രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇതിനകത്ത് ഇത് സംഘപരിവാർ രാഷ്ട്രീയമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമോ ഒന്നും അല്ല. അങ്ങയുടെ കുടുംബത്തിൽ ഒരു കുട്ടി ആ രീതിയിലായി കഴിയുന്നത് അങ്ങക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങയുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമായതുകൊണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ആൾക്കാരുണ്ട് സാർ. നമ്മളത് മനസ്സിലാക്കണം.